സീറോ ലെവലായിരുന്നു, ഫുള്ള് സീറോ ലെവലായിരുന്നു. എനിക്ക് +2 കണ്ടന്റ് പോലും കറക്റ്റ് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ബ്രില്യൻ്റ് എക്സാം തന്നെ അത് നമ്മൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓരോ ആഴ്ച കഴിയുന്നവരും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. പിന്നെ ക്ലാസ്സുകളൊക്കെ വേറെ ലെവലാണ്. ഇവിടെയോ ഞാൻ വന്നപ്പോൾ ഇവിടെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഭയങ്കര ജയിൽ പോലെ ആയിരിക്കും, നമുക്ക് ഒന്നിനും വേറെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ച് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ക്യാമ്പസ് ഒക്കെ നല്ല വൈബാണ്. നമ്മൾ ഒത്തിരി ഡെപ്തിലോട്ട് വരുന്നു. ബോർഡ് എക്സാം ലെവലിൽ നിന്ന് എൻട്രൻസിലോട്ട് വരുമ്പം ക്വസ്റ്റ്യൻസ് മാക്സിമം കാണണമല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പം അത്രയും കൂടെ നല്ല രീതിയിലാണ് ആ വീക്ക്ലി എക്സാംസും പോകുന്നത്. പിന്നെ ആ ഡെയിലി ടോപ്പിക്, ആ വീക്കിൽ വന്ന മുഴുവൻ 3 സബ്ജക്റ്റിൻ്റെയും ടോപ്പിക്ക് എക്സാമിലോട്ട് വരുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഏകദേശം പഠിക്കും. അത് പ്രോപ്പറായിട്ട് അത് കവർ ചെയ്തേച്ച് പിന്നെ അടുത്ത പോർഷനിലേക്ക് ഇറക്കുള്ളൂ. അപ്പോൾ അത് ഒത്തിരി ഉപകാരമാണ്. നല്ല രീതിയിൽ ക്ലാസ് നല്ല ക്ലാസ്സാണ്. ഇപ്പോൾ ഒരു നല്ല രീതിയിൽ പറഞ്ഞു തരുന്നു, നല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തോരം മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രയും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല നൈസായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഇവിടെ ആണെങ്കിൽ ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, ടഫാണ് എന്നൊക്കെയാണ്. പക്ഷേ ബ്രില്യൻറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായിരിക്കും. നിങ്ങൾ പഠിക്കേണ്ട കാര്യമുള്ളൂ, ബാക്കി എല്ലാം അവർ ക്ലിയർ ആയിട്ട് ചെയ്തു തരും. ഇപ്പം നമുക്കൊരു എളുപ്പമുള്ള ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ തന്നെയും ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാമോ ഈ ചാപ്റ്ററിൽ നിന്ന്, അങ്ങനെയൊക്കെ തോന്നിപ്പോകും. പുറത്തുനിന്നുള്ളവർക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ബ്രില്ല് എന്ന ഭയങ്കര പ്രഷറാണെന്ന് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രഷർ ഇവിടും തരുന്ന പ്രഷറല്ല, നമ്മുടേതായിട്ടുള്ള എഫേർട്ട് ഇടാത്ത കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് വന്ന പ്രഷറാവല്ലേ. അപ്പോഴേക്കും ആ ഒരു കൺസെപ്റ്റ് തെറ്റാണ് ആക്ച്വലി, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഇവിടുന്ന് തന്നെ മെറ്റീരിയൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആദ്യം വന്നപ്പം എക്സാം എഴുതിയ ആ ഒരു ലെവലും ഇപ്പം എക്സാം എഴുതുമ്പോൾ ഒരു ലെവലും ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ആ കൺസെപ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്ത് പോകുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഭയങ്കര ഗംഭീരമാണ്. ബുള്ളറ്റ് സ്റ്റഡി സെന്ററിലെ നീറ്റ് 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ചുണക്കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കറിയാം ഇനി മെയ് 3 നീറ്റ് എൻട്രൻസ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് സ്റ്റഡി സെന്ററിലെ കുട്ടികളുടെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു, ഇതുവരെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ഇത്രയും കാലം ബുള്ളറ്റിൻ്റെ കൂടെ പഠിച്ചു വന്ന് എങ്ങനെയാണ് അവരുടെ ഒരു അക്കാഡമിക്സ് ലെവൽ ഇപ്പോൾ നിൽക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. യെസ്, ഒരു ബഞ്ച് ഓഫ് കുട്ടികളാണ് നമ്മോടൊപ്പം ഉള്ളത്. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. യെസ്. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറച്ച് നാൾ മുന്നേ ഏകദേശം ഒരു 6 മന്ത് മുന്നേ ഇവിടെ വന്നു. അപ്പോൾ നിങ്ങൾ ഏത് ലെവലിലായിരുന്നു നിന്നിരുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നല്ല രീതിക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ഞാൻ അന്ന് വന്നപ്പോൾ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെ ഉണ്ട് ഞാനെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ. സോ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അക്കാഡമിക്സ്, ഒരു ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസ്, അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക വൈബ് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞാനിവിടെ വന്നപ്പോൾ സീറോ ലെവലായിരുന്നു, ഫുള്ള് സീറോ ലെവലായിരുന്നു. എനിക്ക് +2 കണ്ടന്റ് പോലും കറക്റ്റ് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ബ്രില്യൻ്റ് എക്സാം തന്നെ അത് നമ്മൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓരോ ആഴ്ച കഴിയുന്നവരും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. പിന്നെ ക്ലാസ്സുകളൊക്കെ വേറെ ലെവലാണ്, അടിപൊളിയാണ്. പിന്നെ നമുക്ക് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും 100 വട്ടാണെങ്കിലും അത്രയും പറഞ്ഞുതരാൻ പ്രോസസ് തയ്യാറാണ്. ഫുള്ള് സപ്പോർട്ടാണ്. ഓവറോൾ ഹാപ്പിയാണോ? ഹാപ്പി. യെസ്, ഹാപ്പിയാണ്. കാരണം നമ്മളെ തന്നെ മനസ്സിലാക്കും, ഓരോ എക്സാം കഴിയുമ്പം നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റുന്നുണ്ട്. തെറ്റുകളിൽ നിന്ന് ചിലപ്പോൾ ഇപ്പോൾ തെറ്റിയ ക്വസ്റ്റ്യൻ അടുത്ത വട്ടം വരുമ്പോൾ നമുക്ക് അത് തെറ്റായെന്ന് മനസ്സിലായിട്ട് ശരിയാക്കാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സ് പറയുന്നുണ്ടല്ലോ മിസ്റ്റേക്ക് ബുക്ക് വെക്കണം, അത് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ വർക്ക് ബുക്ക് എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. ഓക്കെ, മോൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും ബെർലിനിലെ? ഇവിടെയോ ഞാൻ വന്നപ്പോൾ ഇവിടെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഭയങ്കര ജയിൽ പോലെ ആയിരിക്കും, നമുക്ക് ഒന്നിനും വേറെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ച് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ക്യാമ്പസ് ഒക്കെ നല്ല വൈബാണ്. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും നമുക്കൊരു ടെൻഷനും പ്രഷറൊക്കെ ഇല്ല. പക്ഷെ ഉണ്ട്, എക്സാംസ് ഒക്കെ വരുമ്പോഴും നമ്മൾ അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ പക്ഷേ നമ്മൾ ഇപ്പോൾ എക്സാം അടുത്ത് വരുമ്പോൾ ടെൻഷനൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഓക്കെ, മോൾക്ക് എന്തായിരിക്കും ഇവിടുത്തെ ഒരു ക്ലാസ്സുകളുടെ ഒക്കെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയ എന്ത് കാര്യമായിരിക്കും? നല്ല ക്ലാസ്സാണ്, ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ നല്ല ഫ്രണ്ട്ലായിട്ടാണ് എല്ലാം പറയുക. നല്ല ക്ലാസ്സാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ? ഒരുപാട് റെഫറൻസ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ലൈബ്രറി ഫെസിലിറ്റി തരുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ നിങ്ങളൊരു എന്താ പറയുക ലെഷർ ടൈം എൻജോയ് ആക്കാൻ വേണ്ടി കഫറ്റീരിയാസ്, സ്നാക്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ മോളുടെ ഏറ്റവും ഫേവറേറ്റ് ഒരു കാര്യം ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ റെഫറൻസ് ആണെങ്കിലും സാറ്റർഡേ റെഫറൻസിൽ വരാം. പിന്നെ ഈവനിങ് സ്റ്റേ ബാക്ക് ചെയ്യാം. പിന്നെ കൗൺസിലിംഗ് ഫാക്കൽറ്റീസ് ഉണ്ട് ഈവൻ ഇഫ് യു ഗെറ്റ് ഡൗൺ. സോ
എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ലൈക്ക് വന്നതുപോലെ അല്ല, ലൈക്ക് ദേ തോട്ട് us like how to start and എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ, മോൾക്ക് എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്ന് മാറുന്നത്? ഫസ്റ്റ് ടൈം ആണോ മാറി നിൽക്കുന്നത്? ഫസ്റ്റ് ടൈം വന്ന എക്സ്പീരിയൻസ് നേരെ ബെർലിനിലേക്കായിരുന്നു അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടൈം വീട്ടിൽ നിന്ന് മാറി നിന്ന് ഇവിടെ വന്നിരുന്ന അവർ പഠിച്ച് ഇത്രയും കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ് മോൾക്ക് തോന്നുന്നത്? ആദ്യമായിട്ട് മാറിയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ 2-3 മാസം അത് നിന്ന് പിന്നെ വാർഡൻ ആണെങ്കിലും വല്ല വിഷമം ഉണ്ടെങ്കിലൊക്കെ പറയാനാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ പഠിത്തത്തിലോട്ടായാലോ കോൺസെൻട്രേഷൻ. അപ്പോൾ പിന്നെ വീട്ടിലെ കാര്യമൊക്കെ അങ്ങ് വിട്ടിപ്പം നന്നായിട്ട്. ഇപ്പൊ ഏകദേശം ആ ഒരു സങ്കടമൊക്കെ മാറി കൂട്ടുകാർ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ കിട്ടിയല്ലേ? യെസ്. അപ്പൊ ക്ലാസ്സിലൊരു വൈബൊക്കെ എങ്ങനെയാ? ക്ലാസ്സിൽ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല രസമാണ്. സോ യെസ്, നമ്മുടെ ബോയ്സിന്റെ അടുത്ത് നമുക്ക് പയ്യെ ചോദിക്കാം. എങ്ങനെയുണ്ട് മോനെ ബെർലിനിൽ വന്നു കഴിഞ്ഞിട്ട്? നല്ല മാറ്റമുണ്ട്. ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് വീക്കിൽ എക്സാംസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആ വീക്കിൽ പഠിപ്പിച്ച ടോപ്പിക്ക് നല്ലോണം പഠിക്കാൻ പറ്റിയോ അതോ ഇല്ലയോ അതറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു സമയത്തെ ഒരു മോന്റെ ഒരു എങ്ങനെയായിരുന്നു, പിന്നെ ഇപ്പോഴത്തെ ഒരു ലെവൽ നോക്കി കഴിഞ്ഞാൽ എത്ര ഡിഫറൻസ് തോന്നുന്നുണ്ട്? വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, മോട്ടിവേഷൻ കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ മോട്ടിവേഷൻ ക്ലാസ്സസ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോട്ടിവേഷൻ ബെറ്ററായി. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെയാണ് മോൻ ഇവിടെ വന്നിട്ട് ഒരുപാട് ഇപ്പം ഈ മോൻ പറഞ്ഞു വീക്കിലി എക്സാംസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ നമ്മുടെ ഡയറക്ടേഴ്സ് ക്ലാസ്സിൽ നേരെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ക്യാഷ് പ്രൈസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയാണ് മോൻ അത് ഫീൽ ചെയ്യുന്നത്? അത് ഒത്തിരി പേരെ ഒരുപാട് നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ വീക്കിലി എക്സാംസ് കഴിയുന്തോറും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പം വർക്ക് ബുക്കിൽ നിന്ന് പുറത്തു നിന്നായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് കാണുമ്പം നമ്മൾ കുറച്ചുകൂടി അതുമായിട്ട് ലിങ്ക് ആവുക ചെയ്യുന്നത്. പിന്നെ തുടക്കത്തിൽ വന്നതിൽ നിന്ന് ഒത്തിരി മാറ്റമാവുന്നിരിക്കുന്നത്. നമ്മൾ ഒത്തിരി ഡെപ്തിലോട്ട് വരുന്നു. ബോർഡ് എക്സാം ലെവലിൽ നിന്ന് എൻട്രൻസിലോട്ട് വരുമ്പം ക്വസ്റ്റ്യൻസ് മാക്സിമം കാണണമല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പം അത്രയും കൂടെ നല്ല രീതിയിലാണ് ആ വീക്കിലി എക്സാംസും പോകുന്നത്. പിന്നെ ആ ഡെയിലി ടോപ്പിക് ആ വീക്കിൽ വന്ന മുഴുവൻ 3 സബ്ജക്റ്റിൻ്റെയും ടോപ്പിക്ക് എക്സാമിലോട്ട് വരുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഏകദേശം പഠിക്കും. അത് പ്രോപ്പറായിട്ട് അത് കവർ ചെയ്തേച്ച് പിന്നെ അടുത്ത പോർഷനിലേക്ക് ഇറക്കുള്ളൂ. അപ്പോൾ അത് ഒത്തിരി ഉപകാരമാണ്. നല്ല രീതിയിൽ നല്ല മാറ്റം വരുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇനി 2026 നീറ്റ് എക്സാമിൽ എത്ര സ്കോർ മേടിക്കാനാണ് മോൻ ഇപ്പോൾ പ്രിപ്പറേഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു മിനിമം 600 വേണം അല്ലേ? യെസ്. അപ്പൊ ആ രീതിയിൽ എങ്ങനെയാ മോന്റെ പ്രിപ്പറേഷൻ? അതിനെ നമ്മൾ ഇവിടെ ഉള്ള മോന്റെ ഒരു സർക്കംസ്റ്റാൻസസ് എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പം ഡെയിലി ടോപ്പിക്ക് പഠിച്ചു എന്നാണ് മെയിന്. പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. മോനെ ഇവിടെ ഇപ്പം പഠിത്തം കഴിഞ്ഞ് ഇന്റർവെൽ ടൈമിൽ അല്ലെങ്കിൽ ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ ഒക്കെ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ക്യാമ്പസിനുള്ളിൽ തന്നെയുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അതിലേതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? അത് ഇവിടെ പോയി കഴിഞ്ഞാൽ ആടെ ബൈക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കുറേ കഫ്റ്റീരിയ ഉണ്ട്, ആടെ വന്ന് ചായക്കാം, പിന്നെ ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്. അതൊക്കെ ചെയ്യാൻ നല്ല മൊത്തത്തിൽ നല്ല വൈബാണ് ഇവിടെ. അതായത് നിങ്ങളൊരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യേണ്ട സമയം അങ്ങനെ തന്നെ പോകുന്നില്ല. അതാണ്ട് ഒരുപാട് അങ്ങ് എന്താ പറയുക പഠിത്തത്തിൽ മാത്രമല്ലാണ്ട് ഒരുപാട് നിങ്ങൾക്ക് ഒരു റിലീഫിന് ഇപ്പോൾ മോൻ തന്നെ പറഞ്ഞു അവിടെ ഇവിടെ ഇരുന്ന് സ്നാക്സ് കഴിക്കാനുള്ള അല്ലേ, അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നില്ലേ? ആണ്. ഓക്കെ, മോൻ എങ്ങനെയാണ് ഇവിടുത്തെ ഓരോ പക്ക കോളേജ് പോലൊക്കെ തന്നെയാണ് ഏറെക്കുറെ. പിന്നെ നമ്മള് എൻജോയ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. എൻജോയ് ചെയ്ത് പഠിക്കാൻ സാധിക്കും, അതാണ് കാര്യം. പിന്നെ പുറത്ത് പോയാൽ നമുക്ക് നല്ല ഫുഡ് കിട്ടും. എല്ലാം ഞാൻ കോഴിക്കോട് നിന്നാണ്, അടുത്ത പോലത്തെ ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. അതെ, അത്രേ ഉള്ളൂ. ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്? ഇഷ്ടമാണ്. നല്ല ഏറ്റവും ക്വാളിറ്റി ഫുഡാണ് വരുന്നത്. വീട്ടിലെ വിളിച്ചു ചോദിക്കുമ്പോ പറയാറുണ്ടോ ഫുഡ് എങ്ങനെയുണ്ട് മോനെ എന്നൊക്കെ ചോദിക്കുമ്പോ? അല്ലെങ്കിൽ നല്ലതെന്ന് പറയുന്നത്. നല്ല പറയുന്നുണ്ട്. ഓക്കെ, മോൻ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഒരു എക്സ്പീരിയൻസ്? ഇവിടെ വന്നിട്ട് നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ടോ? നല്ല സുഖം. ഓക്കെ, അതിലെന്താണ് ഏറ്റവും സുഖം? സമയം പോണ അങ്ങനെ അറിയുന്നില്ല. പിന്നെ ഒരു വർഷം പോയതിന്റെ വിഷമൊന്നുമില്ല, കാരണം പഠിക്കാൻ വേണ്ടിട്ടല്ലോ. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഹാർഡ് വർക്ക് ഉണ്ട്. ഓ, നല്ല ഉണ്ട്. മോന്റെ പ്രിപ്പറേഷൻ അവിടെ വരെ? പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവരുടെ എക്സാം ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നില്ലെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മളെ തന്നെ പുഷ് ചെയ്യാം. നമുക്ക് അത് പ്രഷറും തോന്നില്ല. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നുണ്ട്. നമുക്ക് ഒറ്റപ്പെടില്ല. ഇവിടെ വന്നതിൻ്റെ ഒരു ഗുണം. യെസ്. ഓക്കെ, അപ്പോൾ ഹോസ്റ്റലിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും അവരൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്? ക്ലാസ് ടീച്ചേഴ്സും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അവർ നമുക്ക് പ്രഷർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും നമുക്ക് അവർ തമ്മിലുള്ള റിലേഷൻ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും തമ്മിലുള്ള റിലേഷൻ അത്യാവശ്യം നല്ല രീതിയിലാണ്. നമുക്ക് പേഴ്സണലായിട്ട് എന്തുവാണെങ്കിലും നമുക്ക് അവരോട് പറയാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും മോനൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ തന്നെ അത് ക്ലാസ് ടീച്ചർ വഴി അല്ലെങ്കിൽ അത് ഓക്കെ ആയി പോകുന്നുണ്ടല്ലേ? എല്ലാം അവർ തന്നെ മാക്സിമം അവരുടെ കപ്പാസിറ്റിയിൽ അവർ സോൾവ് ചെയ്ത് തരും അവർക്ക് പറ്റുന്ന രീതിയിൽ. ഓക്കെ, മോൻ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കുറച്ച് നാളായി ഇവിടെ വരുന്നത് അല്ലേ? ഇപ്പം ഏകദേശം നിങ്ങൾ വന്ന് 6 മന്ത് കഴിഞ്ഞു. അപ്പോൾ 6 മന്തിൽ ഇവിടെ വന്നതിന് ഇപ്പോൾ അത് കഴിഞ്ഞൊരു 5 മന്തും കൂടെ കഴിഞ്ഞ് ഏകദേശം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി, എൻട്രൻസ് എക്സാമിന് വേണ്ടി എഴുതാൻ പോവുക. അപ്പോൾ ആ ഒരു ലെവലിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു എന്താണ് മോൻ ഫീൽ ചെയ്യുന്നത്?
എനിക്ക് ഓണസ്റ്റ്ലി നല്ലൊരു അത്യാവശ്യം നല്ലൊരു ലൈഫാണ് ഇപ്പോൾ പോകുന്നത്. ഏകദേശം കോളേജ് ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ അത്യാവശ്യം നല്ലോണം എൻജോയ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലോണം പഠിക്കാനും പറ്റുന്നുണ്ട്. എക്സാംസ് നല്ലോണം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓരോ എക്സാം കഴിഞ്ഞിട്ട് ഇവർ കറക്ഷൻ വീഡിയോ ഇടുമ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ തെറ്റായ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്ത് കോപ്പപ്പ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ അടുത്ത എക്സാമിന് വേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ പോകും ആണ്. ഓക്കെ, ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഓരോ പ്രൊഫസേഴ്സും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് പ്രൊഫസേഴ്സും ക്ലാസ്സും ഒക്കെ കാണും അല്ലേ? ചില ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എടുത്തു തരുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ എന്താണ് മോൻ ഈ ക്ലാസ്സുകളെയൊക്കെ വെച്ച് തോന്നിയത്? ക്ലാസ് നല്ല ക്ലാസ്സാണ്. ഇപ്പോൾ ഒരു നല്ല രീതിയിൽ പറഞ്ഞു തരുന്നു, നല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തോരം മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രയും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല നൈസായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ ശ്രദ്ധിച്ചങ്ങ് ഇരുന്ന് പോകും കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ അത്ര നല്ലവരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നല്ല എക്സ്ട്രാ ആയിട്ട് ചുമ്മാ രസമുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞു പോകും. അതിൻ്റെ കൂടെ ആയിട്ട് അപ്പോൾ ആവശ്യം നല്ലവരങ്ങ് പഠിപ്പിക്കുന്നുണ്ട്. അവർ നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. മോനിപ്പോൾ +2 ലെവലിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഇപ്പോൾ പ്രിപ്പറേഷൻ ഏകദേശം ഒരു എൻട്രൻസ് ലെവൽ എന്ന് പറയുമ്പോൾ +2 ലെവലിനേക്കാളും കുറച്ചുകൂടെ നേരെ നല്ലോണം അപ്ഗ്രേഡ് ചെയ്ത് വേണം പഠിക്കാൻ അല്ലേ? അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് ഇവിടെ ഉള്ളവർ മോനെ സഹായിക്കുന്നത്? +2 കഴിഞ്ഞിട്ട് ആക്ച്വലി ആദ്യം വന്നപ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ കൂടി. അപ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലാക്കും നമ്മുടെ എവിടെ തെറ്റിയെന്നൊക്കെ. അപ്പോൾ ഓരോ എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് കൂടും. അപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇവിടെ വരെ എത്തിയപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പം നന്നായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയി. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് ഉള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ ഏകദേശം എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിച്ചു പോകേണ്ടതെന്നുള്ളൊരു ഏകദേശം ഐഡിയ വന്നു അല്ലേ? ബ്രില്യൻ്റ് എന്ന് പറയുമ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും തന്നെ നമുക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും അതിപ്പം എത്ര വലിയ ഡൗട്ടാണെങ്കിലും അവർ സമയമെടുത്ത് ഇപ്പം അവർക്ക് അറിയാത്താണെങ്കിലും അവർ നോക്കി പറയാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കെല്ലാം ക്ലിയർ ചെയ്ത് തരും. നമുക്കിപ്പം എന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിലും അവർ ചെയ്തു തരും. ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് നമ്മൾ നമ്മുടെ എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാം ഫുൾ സപ്പോർട്ടാണ് ഇവിടുന്ന്. ഫുൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടേണ്ടത് തരുന്നുണ്ട്. ബാക്കി നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് മാത്രമേ വേണ്ടുള്ളൂ അല്ലേ? ഇവർ ഫുൾ സപ്പോർട്ടാണ്. ബാക്കി നമ്മളും കൂടെ ഇടുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് 100% പറ്റുന്നുണ്ട്. മോന്റെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു? പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നു. ഇപ്പം ഇവിടെ ആണെങ്കിൽ ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു ധാരണയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, ടഫാണ് എന്നൊക്കെയാണ്. പക്ഷേ ബ്രില്യൻറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായിരിക്കും. നിങ്ങൾ പഠിക്കേണ്ട കാര്യമുള്ളൂ, ബാക്കി എല്ലാം അവർ ക്ലിയർ ആയിട്ട് ചെയ്തു തരും. ഇപ്പം നമുക്കൊരു എളുപ്പമുള്ള ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ തന്നെയും ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാമോ ഈ ചാപ്റ്ററിൽ നിന്ന് അങ്ങനെയൊക്കെ തോന്നിപ്പോവും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറാണ് ഒരു ക്ലാസ്. ഇപ്പം സ്കൂളിൽ നിന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു സ്കൂളിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റൊക്കെ ക്ലാസ് കാണുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ പക്ഷേ സ്കൂളിലൊക്കെ മടുപ്പായിരിക്കും അത്യാവശ്യം. ഇവിടെ നമ്മൾ വന്ന് ക്ലാസ്സിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും അറിയത്തില്ല. സാറുമാർ ക്ലാസ് എടുക്കുന്നതാണേലും അവർ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോവുകയും ചെയ്യും. രസമായിട്ടാണ് പഠിക്കാൻ പറ്റും. 2.5 മണിക്കൂർ എങ്ങനെ പോയി എന്ന് അറിയത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ള. ഇപ്പം ടോപ്പിക്കെല്ലാം അത്രയും നമുക്ക് ക്ലാസ്സിൽ വെച്ച് പിന്നെ വീട്ടിൽ പോയി പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വെച്ച് തന്നെ എല്ലാം ക്ലിയർ ആയി വരും. അപ്പോൾ പിന്നെ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് തരുന്ന ബുക്സിൽ നിന്ന് തന്നെയാണെങ്കിൽ ഒരു 500-700 ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തില്ലേ തന്നെയും ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. പിന്നെ എക്സാമിന് നമുക്കിപ്പം തെറ്റുന്നതാണേലും പിന്നെയും ചെയ്ത് നോക്കി ഇങ്ങനെ ക്ലിയർ ചെയ്ത് തരാനും പിന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സും എല്ലാം അടിപൊളിയാണ്. മെൻറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് 1-on-1 മെൻറ്ററിങ് ഒക്കെ ഉണ്ട്. ഇപ്പം അടിപൊളി, നല്ല ഹാപ്പിയാണ് ഞാൻ. ഒരു വർഷം പോയെന്നുള്ളതല്ല, നമ്മൾ ഇവിടെ വന്നത് വെർത്താണ്. നമ്മൾ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇവിടെ വന്നേ, അത് നടത്തിയെടുക്കണം. അതിന് ഇവരെല്ലാവരും കൂടെയുണ്ട്, നമ്മളും കൂടെ കഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടിയിരിക്കും. പുറത്തുനിന്നുള്ളവർക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ബ്രില്ല് എന്ന ഭയങ്കര പ്രഷറാണെന്ന് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രഷർ ഇവിടും തരുന്ന പ്രഷറല്ല, നമ്മുടേതായിട്ടുള്ള എഫേർട്ട് ഇടാത്ത കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് വന്ന പ്രഷറാവല്ലേ. അപ്പോഴേക്കും ആ ഒരു കൺസെപ്റ്റ് തെറ്റാണ് ആക്ച്വലി. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഇവിടെ തന്നെ മെറ്റീരിയൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആദ്യം വന്നപ്പം എക്സാം എഴുതിയ ആ ഒരു ലെവലും ഇപ്പം എക്സാം എഴുതുമ്പോൾ ഒരു ലെവലും ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ആ കൺസെപ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്ത് പോകുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഭയങ്കര ഗംഭീരമാണ്. പിന്നെ അതുപോലെ ടീച്ചർമാരായാലും നല്ല ക്ലാസ്സാണ് എല്ലാം. ഇതുവരെ നടന്ന ക്ലാസ് എല്ലാം അടിപൊളി ക്ലാസ്സാണ്. എനിക്ക് ഫിസിക്സ് ഭയങ്കര പാടായിരുന്നു ബോർഡ് ലെവലിലൊക്കെ. ഇപ്പം എനിക്ക് ആ ഫിസിക്സിലുണ്ടായ മാറ്റം ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അതുകൊണ്ട് ഫിസിക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്ക് പണ്ട് ഏറ്റവും വെറുപ്പുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ്. ഇപ്പം എനിക്ക് ഫിസിക്സ് ആക്ച്വലി ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഇഷ്ടം തോന്നി. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം മനസ്സിലാക്കിയപ്പോഴത്തേക്കും നമുക്കൊരു ഇത് തോന്നുമല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് സബ്ജക്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി. അതാണ് എനിക്കുണ്ടായ മാറ്റം. അപ്പം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഇഷ്ടത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഔട്ട് വന്നാലും അല്ലെങ്കിൽ ഒരു പാടൽ ക്വസ്റ്റ്യൻ വന്നാലും മാക്സിമം അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയൊരു ഇത്. സോ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ കുട്ടികളുടെ പ്രിപ്പറേഷൻ എത്തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ അത് കണ്ടതുമാണ്. ഇനി നിങ്ങൾ ഇവരെ കാണാൻ പോകുന്നത് ഞങ്ങളുടെ 2026 നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇവരുടെ എല്ലാവരുടെ ഫേസ് നിങ്ങൾ ഞങ്ങളുടെ ബാനറിൽ കണ്ടിരിക്കും. അല്ലേ, ഉറപ്പല്ലേ? യെസ്. സോ ഞങ്ങളുടെ കുട്ടികൾ വളരെ എൻജോയ് ചെയ്തും വളരെ ഹാർഡ് വർക്ക് ചെയ്തും ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് അവരുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇതുപോലെ തന്നെ അവരുടെ പ്രിപ്പറേഷൻ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ബ്രില്യൻറ്റിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. Brilliant Study Center, India's #1 coaching center for NEET and JEE.